മൂന്ന് സ്വിഫ്റ്റ് നേരത്തെ കിടക്കുന്നുണ്ട്, 3 കളറിൽ സെയിം ഷേപ്പ് ആണല്ലോ അല്ലേ? നമുക്ക് ആദ്യം അതിൽ തുടങ്ങാം. ഫുള്ള് ലോണും കിട്ടും, പുതിയ വണ്ടിയല്ലേ. ഫുള്ള് ലോണും അതേപോലെ എല്ലാ ബാങ്കും കിട്ടും, സ്റ്റേറ്റ് ബാങ്കും ഫെഡറലും എല്ലാം ലോൺ കിട്ടും. എല്ലാം കിട്ടും. അങ്ങനെയാണെങ്കിൽ പലിശ കുറച്ചിട്ട് തന്നെ കിട്ടും, മാക്സിമം കുറച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. പുതിയൊരു വണ്ടി എടുക്കാൻ പോകുന്നുണ്ട്, ഒന്ന് ആലോചിച്ചോളൂ. 2000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി കൂടെ കിടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ട്രിപ്പിളും ഡബിളും ഒക്കെയാണ്. അതെ അതെ. അടുത്ത 2 ക്രെറ്റയാണ്. ആദ്യ വാഹനം നമുക്ക് ഇതിൽ തുടങ്ങിക്കൊണ്ട് വരും. KL 47 രജിസ്ട്രേഷനാണ്. കൊടുക്കല്ലോ അല്ല? അതെ, കൊടുങ്ങല്ലൂർ. ഇത് ഗ്രില്ല് അഡീഷണൽ ഇങ്ങനെ പെയിന്റ് ചെയ്തത്. അതിൽ കുറച്ച് പെയിന്റിംഗ് വർക്ക് എടുത്തേക്കണ കസ്റ്റമർ. ഫാൻസി അലോവിലൊക്കെ ഫുള്ളും ഗോൾഡാ. അത് ശരി, അലോവിലൊക്കെ ഫുൾ ഗോൾഡാ. സ്റ്റൈലിഷ് ആണ്, കാണുമ്പോൾ എന്തായാലും സ്റ്റൈലിഷ് ആണ്. സിംഗിൾ ഓണർ, വേറെ തട്ടല് മുട്ടല് റീപ്ലേസ് ഒന്നുമില്ല. ഡീസൽ, മാനുവൽ, സ്പോർട്സ് ഓപ്ഷനിൽ. ഡീസൽ ആണല്ലേ, ടോപ്പിന്റെ താഴേക്ക് വരുന്ന ഓപ്ഷൻ ആണ്. മൈലേജ് ഉണ്ടോ? മൈലേജ് നല്ല മൈലേജ് ഉണ്ടോ, 20 above മൈലേജ് കൺഫേം. പ്രോപ്പർ സർവീസ്. ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുള്ളൂ. ഓക്കെ. ടയേഴ്സ് ഒക്കെ തീരെ കുറവാണ്, മാറണം. നമുക്ക് ചെയ്ത് കൊടുക്കാം. കസ്റ്റമേഴ്സ് വരാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കും. ഓക്കെ. 19 മോഡൽ CVT V ഓപ്ഷനിൽ ഓട്ടോമാറ്റിക്. വി ഫുള്ള് അല്ല? വി ഫുള്ള്, അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. അന്നത്തെ 19 ഓട്ടോമാറ്റിക് ആണ്. CVT ഗിയർ ബോക്സ് ആണ് വരിക. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഓട്ടം എത്ര പോയി? ഓട്ടം 30,000 ലോ കിലോമീറ്റർ ആണ്, വളരെ ലോ കിലോമീറ്റർ. എല്ലാവർക്കും നമസ്കാരം. ഒരു കിഡിലൻ സ്റ്റോക്ക്, ഏകദേശം ഒരു 18 വണ്ടിയോളുള്ള ഒരു കിഡിലൻ സ്റ്റോക്കിന്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കണ്ണഞ്ചേരിയാണ് ലൊക്കേഷൻ. അപ്പോൾ ഇതൊരു ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാം. സ്വാഗതം ചെയ്യാം. വരൂ. എന്താ പേരെന്താ? ലിസാൻ. ഹായ്, സ്വാഗതം. അപ്പോൾ എത്ര കാലം ഈ ഒരു മേഖലയിൽ? ഒരു 10-12 കൊല്ലായി. 10-12 കൊല്ലായി അല്ലേ? ഇത് കണ്ണഞ്ചേരി എന്ന് പറയുന്നത് മാങ്കാവെന്ന് വരുമ്പോഴും ടൗണിൽ നിന്ന് വരുന്നു, എല്ലാത്തിന്റെ സെന്ററായിട്ട് വരും. ഓക്കെ. ഏകദേശം എന്താ പറയുക, ഈ പുറകിൽ കാണുന്ന ഹാഷ് ബാക്ക് സെഗ്മെന്റ് മാത്രമല്ല, അപ്പുറത്ത് SUV-കളും എല്ലാം നേരത്തെ ഇട്ടിട്ടുണ്ട്. നമ്മളൊരു ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ചെയ്യാണ് വീഡിയോ. എങ്ങനെയായാലും പൊട്ടിച്ച് കൊടുക്കാൻ പറ്റുമോ? റേറ്റ് എല്ലാം പൊട്ടിച്ച് മാക്സിമം ഫുൾ ലോണും കൊടുക്കാം. ഓക്കെ. റേറ്റ് പൊട്ടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുവരുത്, ലൈക്ക് ചെയ്യാനൊന്നും വിട്ടുവരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അത്രയും പൊട്ടിച്ച വിലക്ക് തന്നെ കൊടുക്കാം അല്ലേ? ക്വാളിറ്റി, വണ്ടിയുടെ ക്വാളിറ്റി എങ്ങനെയാണ്? ഫുൾ ഹൈ ക്വാളിറ്റി വണ്ടീസ് തന്നെ. കമ്പനി സർവീസ് ഇതൊക്കെ ചെക്ക് ചെയ്യും. വണ്ടികളേ ഉള്ളൂ. അതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ വീഡിയോ കിട്ടും അല്ലേ? ഓക്കെ. ആദ്യം ഹ്യുണ്ടായുടെ i10 നിയോസ് ആണ്. KL 55 തിരൂർ വണ്ടിയാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2020 മോഡൽ, 2020 12 മാസം 22 രജിസ്ട്രേഷൻ വണ്ടി. ഓക്കെ. 12 മാസം. അതെ. സിംഗിൾ ഓണർ, വേറെ തട്ടല് മുട്ടല് റീപ്ലേസ് ഒന്നുമില്ല. ഡീസൽ, മാനുവൽ, സ്പോർട്സ് ഓപ്ഷനിൽ. ഡീസൽ ആണല്ലേ, ടോപ്പിന്റെ താഴേക്ക് വരുന്ന ഓപ്ഷൻ ആണ്. മൈലേജ് ഉണ്ടോ? മൈലേജ് നല്ല മൈലേജ് ഉണ്ടോ, 20 above മൈലേജ് കൺഫേം ആണ്. അതെ. വേറെ ഒന്നുമില്ല. ആൻഡ്രോയിഡ് ലേറ്റസ്റ്റ് സെറ്റും ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഒന്ന് ക്ലെയിം ഒന്നുമില്ല. ക്ലെയിം ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ്. സർവീസ് ഹിസ്റ്ററിയും കൊടുക്കാം. എത്ര ഓട്ടം പറഞ്ഞത്? 95,000 കിലോമീറ്റർ. ഓക്കെ. 95,000 ഓടിയിട്ടുണ്ട്. ആ ഒരു മൈലേജ് തന്നെയാണ് ഓട്ടത്തിന് കാരണം പറഞ്ഞത്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് 490. ഓക്കെ. 4,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2020 സ്പോർട്സ് ഡീസൽ i10 നിയോസ് കൊണ്ടുപോകാം. ഫുൾ ഓൺ കയറും? ഫുൾ ഓൺ അല്ല, 5 lakh above കയറും ശരിക്കും, മാർക്കറ്റ് അനുസരിച്ചിട്ട്. ഓക്കെ. അത്രയും കയറുന്നുണ്ട്. എന്തായാലും ഒരു ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വണ്ടിയാണ് അല്ലേ? ഒരു ആവറേജ് ടയേഴ്സ് ഉണ്ട്. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട്. അടുത്തത് നെക്സോൺ ആണ്. KL 37 രജിസ്ട്രേഷൻ വണ്ടി. ഇപ്പോഴത്തെ തൊട്ട് മുന്നത്തെ ഷേപ്പ് അല്ലേ? ഗ്ലാസ്സിൽ ക്രാക്ക് ഉണ്ടല്ലോ. ക്രാക്ക് ഉണ്ട്. അങ്ങനെ തന്നെ വെച്ചാൽ ചേഞ്ച് കസ്റ്റമർ വരുമ്പോൾ നമുക്ക് മാറ്റി നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2020 മോഡൽ, 2020 പെട്രോൾ, മാനുവൽ, XZ ഓപ്ഷൻ. XZ ആണ് അല്ലേ? ഓക്കെ. പെട്രോൾ മാനുവൽ ആണ്. സിംഗിൾ ഓണർ ആണ്. ഒരു 11 to 14 റേഞ്ച് ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? സീറോ ക്ലെയിം ആണ്. പ്രോപ്പർ ഫുൾ സർവീസ്. ഓട്ടോ എത്ര പോയി? 53,000 ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 6.5, 6,50,000 രൂപയ്ക്ക് 2020 XZ നെക്സോൺ പെട്രോൾ മാനുവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. മാക്സിമം ലോൺ ഫുള്ള് ലോൺ കിട്ടും. 6.5 ലോൺ കിട്ടും. നല്ല പ്രൊഫൈലിലെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ. ഓക്കെ. അടുത്തത് ഒരു കോമ്പാക്ട് സെഡാൻ കാറ്റഗറി KL 7 രജിസ്ട്രേഷൻ വരുന്ന മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഡിസയറിന്റെ സെക്കൻഡ് ജനറേഷൻ അല്ലേ? ഓക്കെ. അലോയ്സ് ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സാധനം. ടയേഴ്സ് ഉണ്ട് ഫ്രണ്ടിലൊക്കെ. എങ്ങനെയാ ഡീറ്റെയിൽ? 14 മോഡൽ VHI ഓട്ടോമാറ്റിക് CVT. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. CVT ഗിയർ ബോക്സ് ആണ് തന്നത്. 2014. ഓട്ടോ എത്രയാ? ഓട്ടം 53.
52 ആ സംതിങ് ഓട്ടോ. ഫുൾ സർവീസ് ഉണ്ട്. ഫുൾ പ്രോപ്പർ കമ്പനി സർവീസിലാണ്. ഓണർഷിപ്പ് സിംഗിൾ, സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡാ? അതെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, 0 ക്ലെയിം വണ്ടി. ഓക്കെ, നല്ല അടിപൊളി അലോയ്സ് ആണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. അടിപൊളി അലോയ്സ് ആണ്, വേറെ കംപ്ലൈൻസും കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 440, 440. 2014 അല്ലേ? 4,40,000 രൂപയ്ക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് ഡിസയർ VXi നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതിൽ തന്നെ അഡീഷണൽ നല്ല കോസ്റ്റ്ലി അലോയ്സും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അടുത്തത് എലൈറ്റ് ഷേപ്പ് i20 KL 1 തിരുവനന്തപുരം വണ്ടി അല്ലേ? റെഡാണ് ഫുൾ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 15 മോഡല് മാഗ്ന ഓപ്ഷൻ ഉണ്ട്. മാഗ്നയാണ്. മാഗ്നയാണ്. അപ്പോൾ അലോയ്സ് ഒക്കെ അഡീഷണൽ ചെയ്തതാണ്. അലോയ്സ് ആസ്ട്രോ ഓപ്ഷൻ്റെ അലോയിൽ ചെയ്തതാണ് ഓപ്ഷൻ്റെ. ഓക്കെ, 15 ആണ്. അതെ, 15 മോഡല് പെട്രോൾ മാനുവൽ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്, 54 ഓട്ടം, 50,000 സർവീസ് ചെയ്ത വണ്ടി. എന്താ ക്ലെയിം എന്തെങ്കിലും? ക്ലെയിം ഒരു ഡിക്കി റീപ്ലേസ് ഉണ്ട്. ഡിക്കി റീപ്ലേസ് ഉണ്ട്, കമ്പനി ഹിസ്റ്ററിയിലുള്ളതാണ്. കസ്റ്റമേഴ്സിനെ കൊണ്ട് ഫുള്ള് ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് ഒക്കെയാണ്. ഓക്കെ, വേറെ മുകളിലൊന്നുമില്ല. ഒന്നുമില്ല. ഒരു 12 to 14-15 ആ റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാം. ഓക്കെ, എന്തായാലും അലോയ്സ് ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ബാക്കി ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരും. മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 410, 410. 4,10,000-ന് 2015 മാഗ്ന i20 പെട്രോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ല? അതെ. ഓക്കെ, ലോണ്? ലോൺ പോസിബിൾ ആണ്. നല്ല കസ്റ്റമേഴ്സ് ആണ്, നമുക്ക് ഒരു 3 lakh വരെ കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ, അടുത്തത് ഒരു ലോ കിലോമീറ്റർ ഡസ്റ്റർ ആണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് 85 അല്ല 110? ഏതാ മോഡല്? 13 മോഡല് 110 RZ ഓപ്ഷൻ. ഏറ്റവും ടോപ്പിന്റെ വാഹനം ഡീസലാണ്. 110. ഓട്ടോ എത്ര പോയി? 70,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അതെ. ഹിസ്റ്ററി പ്രോപ്പർ A to Z ഹിസ്റ്ററി പ്രോപ്പർ. സിംഗിൾ ഓണർ ആണ്, കോഴിക്കോട് വണ്ടിയാണ്. ഓക്കെ, 110 ആവുന്നതുകൊണ്ട് തന്നെ മൈലേജ് കമ്പാരിറ്റീവ്ലി 85 കുറവായിരിക്കും അല്ലേ? ഓക്കെ, ഇതൊരു സാധാ 15 റേഞ്ച് ഒക്കെ അറൗണ്ട് കാണാൻ പറ്റും അല്ലേ? സുഖമായിട്ട് കിട്ടും, കാരണം പ്രോപ്പർ സർവീസുള്ള ലോ കിലോമീറ്റർ വണ്ടിയാണല്ലോ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പ് തന്നെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 370. 3,70,000 രൂപയ്ക്ക് 110 ഈ ഒരു ഡസ്റ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2013 മോഡല്. ഓക്കെ, ഏറ്റവും ടോപ്പനാണ്, ഒന്നും ചെയ്യാനില്ല. പിന്നെ ലോണ് ഒരു ലോൺ പോസിബിൾ, 2 lakh എന്തായാലും കിട്ടും. 3 lakh വരെ കിട്ടൂല? കസ്റ്റമേഴ്സ് പ്രൊഫൈൽസ് നമുക്ക് കൊടുക്കാം, ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തത് ടിയാഗോ KL 50 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. പഴയ ഷേപ്പാണ് അല്ലേ? അതെ, പഴയ ഷേപ്പ്. എങ്ങനെ ഡീറ്റെയിൽ? 17 മോഡല് സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, XM ഓപ്ഷനിലാണ്, പെട്രോൾ മാനുവൽ. പെട്രോൾ മാനുവൽ സെക്കൻഡ് ഓപ്ഷനാണ്. പവർ വിൻഡോസും എല്ലാം വരും. അങ്ങനത്തെ സ്റ്റീരിയോ ഒക്കെ വരും. AC പോർഷൻ, 4 door പവർ വിൻഡോ എല്ലാം വരും. സെൻട്രൽ ലോക്ക് എല്ലാം വരും. ഓട്ടോ എത്ര പോയി? 90. ഓക്കെ, പെട്രോൾ 14 to 17 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? 0 ക്ലെയിം ആണ്. റീപ്ലേസ് ഹിസ്റ്ററി ഒന്നുമില്ല. ഓക്കെ, പ്രോപ്പർ സർവീസ്? പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി ഉണ്ട്. എത്രയാ ഇപ്പോൾ? ഇത് ഒരു ഓഫർ റേറ്റിന് കൊടുക്കാൻ മതി. 295 കൊടുക്കാം. 2017 വണ്ടി XM 2,95,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോണും കയറില്ല? മാറ്റം വ്യക്തിയും കൊടുക്കാം. ഓക്കെ, ഫുൾ ലോണും കയറില്ല? ഫുൾ ലോണല്ല, 3 lakh എപ്പോൾ ലോൺ കിട്ടും കൺഫേം ആയിട്ട്. മാർക്കറ്റ് ഉണ്ട്, അതെ, മാർക്കറ്റ് ഉണ്ട്. ഓക്കെ, വേറെ വർക്കൊന്നുമില്ല, ഒക്കെ ഫുൾ ചെയ്ത് വെച്ചാ. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ടോ. അടുത്തത് ഒരു EV ആണ്. ടാറ്റയുടെ ടിയാഗോ KL 21 തിരുവനന്തപുരം നെടുമങ്ങാട് രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാ ഡീറ്റെയിൽ? 2 മാസം 10 ദിവസം പഴക്കം. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ ആകെ. 2025 വണ്ടി. 25 വണ്ടി. ഓക്കെ, 25 മാർച്ച് 20 ആ റേഞ്ചിൽ ഇറങ്ങിയ വണ്ടി. ഓക്കെ, ഓക്കെ. ആകെ 2400 കിലോമീറ്റർ മാത്രം ഓട്ടോ. 2400 മാത്രം ഓടിയ വാഹനമാണ്. അണ്ടർ വാറണ്ടിയിൽ 3 ഇതിനത്തിന് 8 വർഷം 8 കൊല്ലം വാറണ്ടി വരുന്നുണ്ട് EVക്ക്. ഓക്കെ, ലോ കിലോമീറ്റർ അല്ലേ? 2000 മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. ഇതിൽ ടോപ്പ് ഇത് അല്ല, അത് HT MR എന്ന് പറയും. മീഡിയം റേഞ്ചിൽ HT ഓപ്ഷൻ. XT ആണ്. റേഞ്ച് എത്ര വരുന്നുണ്ട്? റേഞ്ച് കമ്പനി 200 അബോ ആണ് പറയുന്നത്. 250 ഒക്കെ പറയുന്നത്. ഒരു 150 കിട്ടും. 150 ഒക്കെ എന്തായാലും കിട്ടും. 200 ഉള്ളിൽ എന്തായാലും കിട്ടും. ഓരോരുത്തരുടെ ഡ്രൈവിംഗ് പോലെ. ഓക്കെ, ഓക്കെ, ഓക്കെ. ഫുൾ ചാർജിൽ അത്രയാണ് പറയുന്നത്. അതെ, അതെ. എന്തായാലും പുതിയൊരു വണ്ടി നോക്കാൻ പോകുന്നുണ്ടെങ്കിൽ പുതിയ വണ്ടിക്ക് എത്ര ഉണ്ട്? ഇതിന് പുതിയ വണ്ടിക്ക് അപ്രോക്സിമേറ്റ് 970 റേഞ്ച് വരുന്നുണ്ട്. 970. ഇതിനിപ്പോൾ നിങ്ങൾ എത്ര ചോദിക്കുന്നത്? ഇതിപ്പം നമ്മൾ 830 കൊടുക്കാം. 830 കൊടുക്കാം. അത്രയും മാറ്റം വന്നു കഴിഞ്ഞു അല്ലേ? ഓക്കെ, പുതിയ വണ്ടി ഒരു കസ്റ്റമർ നോക്കാൻ പോവുകയാണെങ്കിൽ പുള്ളിക്ക് പുതിയ എടുക്കണ പറയുമ്പോൾ ഒരു 1.5 ലക്ഷം റുപ്യയുടെ മേലെ കുറഞ്ഞു കിട്ടും. ലോൺ എത്ര കിട്ടും? ഫുള്ള് ലോണും കിട്ടും. പുതിയ വണ്ടിയല്ലേ, ഫുള്ള് ലോണും. അതേപോലെ എല്ലാ ബാങ്കും കിട്ടും. സ്റ്റേറ്റ് ബാങ്കും ഫെഡറലും എല്ലാം ലോൺ കിട്ടും.
എല്ലാം കിട്ടും. അങ്ങനെയാണെങ്കിൽ പലിശ കുറച്ചിട്ട് തന്നെ കിട്ടും. മാക്സിമം കുറച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. പുതിയൊരു വണ്ടി എടുക്കാൻ പോകുന്നുണ്ട്, ഒന്ന് ആലോചിച്ചോളൂ. 2000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടി 3 സ്വിഫ്റ്റ് നേരത്തെ കിടക്കുന്നുണ്ട്. 3 കളറിൽ സെയിം ഷേപ്പ് ആണല്ലോ അല്ലേ? നമുക്ക് ആദ്യം അതിൽ തുടങ്ങാം. ബ്ലൂവിൽ എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് 22 മോഡൽ ZXi പ്ലസ് ഡുവൽ ടോൺ. ഓക്കെ, KL 85 ഫറൂഖ് ആണ് രജിസ്ട്രേഷൻ അല്ലേ? ഓക്കെ, 22 മോഡൽ അല്ല, ഡ്യുവൽ ടോണിൽ വരുന്ന വാഹനമാണ്. ZXi പ്ലസ് ഏറ്റവും ടോപ്പിൻ്റെ ആണ്. പ്രൊജക്ടർ ഹെഡ്ലാമ്പ്, അലോയ്സ് എല്ലാം വരും. ഓട്ടോ എത്ര പോയി? 34,000 കിലോമീറ്റർ. ഓക്കെ, നോർമൽ ഓട്ടോ ആണ്. ക്ലെയിമോ കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, 0 ക്ലെയിം, സിംഗിൾ ഓണർ വണ്ടി. ഇതിനിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് 775. 7,75,000 സ്വിഫ്റ്റിന് ചോദിക്കുന്നത്. ZXi പ്ലസ് ഏറ്റവും ടോപ്പിൻ്റെ മാനുവൽ വാഹനമാണ്. ഓക്കെ, അടുത്തതാ വൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് KL 85 തന്നെ ഫറൂഖ്. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 23 മോഡൽ. ഓക്കെ, 23 VXi പെട്രോൾ മാനുവൽ മിഡിൽ ഓപ്ഷൻ ആണ് VXiയിൽ. ഓക്കെ, ഓട്ടോ എത്രയാ? 30,000. ക്ലെയിം ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്. എത്രയാണ് ചോദിക്കുന്നത്? ഇത് 7,20,000 രൂപയ്ക്ക് 23 VXi കൊണ്ടുപോകാം. മാക്സിമം ഒരു 6,50,000 ഒക്കെ ലോൺ കിട്ടും. ഓക്കെ, അടുത്തതാ ഗ്രേ ആണ്. KL 11 രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് വണ്ടിയാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 22 VXi ഓട്ടോമാറ്റിക്. 22 VXiയിൽ ഓട്ടോമാറ്റിക് വാഹനം. ഇത് ഏകദേശം സെയിം വില തന്നെയാണ്. 720 തന്നെ. 7,20 ഇത് ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു. 22 മറ്റേ ഫസ്റ്റ് കാണിച്ച ZXi പ്ലസ് ആയിരുന്നു. ഇത് ഓട്ടോമാറ്റിക്കിലേക്ക് മിഡിൽ ഓപ്ഷനിലേക്ക് വന്നു. അപ്പോൾ ഏകദേശം വില എല്ലാം സെയിം ആയിട്ട് 720 ആണ്, അത് 720 ആണ്. ക്ലെയിം 775 ആണ്. 0 ക്ലെയിം, 3 0 ക്ലെയിമാണ്. 0 ക്ലെയിം. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഇതിനൊക്കെ ഏവറേജ് ഇത് ഓട്ടോമാറ്റിക് ആണ്, എന്നാലും മാനുവൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 17-19 റേഞ്ച് മൈലേജ് കിട്ടും എല്ലാത്തിനും. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട് 3 സ്വിഫ്റ്റ് വേണ്ട സ്ഥിതിക്ക് നീ അടുത്ത 2 പോളോ കാണാം. ആദ്യ വാഹനം KL 65 രജിസ്ട്രേഷൻ ആണ്, തിരുവരങ്ങാടി രജിസ്ട്രേഷൻ വരുന്ന പോളോ. എങ്ങനെയാണ്? 15 മോഡൽ GT പെട്രോൾ ഓട്ടോമാറ്റിക് ഹൈലൈൻ. ഓക്കെ, ഏറ്റവും ടോപ്പ് ഹൈലൈൻ GT ആണ്. ഓക്കെ, പിന്നെ ഓട്ടോ 90 ഓട്ടോ 90,000 DSG ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. 90 എന്ന് പറയുമ്പോൾ 15 വർഷത്തിന് വെച്ച് വലിയൊരു ഓട്ടം പോയിട്ടില്ല. ഓക്കെ, പെട്രോളാണ്, വലിയ മെയിൻ്റെനൻസ് ആയിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ഡീസൽ പോലെ. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് കമ്പനിയിൽ നിന്ന് മാറിയതാ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് തേർഡ് ഓണറായി. 2015 GT ആണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 490. 490 ഒരു GT കൊണ്ടുപോകാം, പോളോ GT കൊണ്ടുപോകാം നിങ്ങൾക്ക് 4,90,000 രൂപയ്ക്ക്. ഓക്കെ, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ലോൺ എത്ര കിട്ടും? 4 lakh ലോൺ കിട്ടും. ഓക്കെ, ഒരു 98,000 കണ്ടാവും അല്ലേ? അടുത്തതാ, ഇത് ഹൈലൈൻ, ഇതും GT അല്ലല്ലോ? ഇത് ഹൈലൈൻ ഡീസൽ മാനുവൽ 1.5. KL 11 രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് വണ്ടി. ഇതിന്റെ മിററിന്റെ ക്യാപ്പ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പോയതാ, കസ്റ്റമർക്ക് കൊടുക്കാം. റൈറ്റ് മിറർ പുറകിലത്തെ കപ്പ് പോയിട്ടുണ്ട്, അപ്പോൾ അത് ഇട്ട് തരാം. ഓക്കെ, കോഴിക്കോട് വണ്ടിയാണ്, ഹൈലൈൻ ആണ്. ഓക്കെ, ഫുൾ ഓപ്ഷൻ ഡീസൽ വാഹനമാണ്. നല്ല മൈലേജ് ഉണ്ടാവും, 18-20 റേഞ്ച് മൈലേജ് കിട്ടും, നല്ല പവറും ഉണ്ടാവും. എത്ര ചോദിക്കുന്നത് ഇതിപ്പോൾ? ഇത് 370. 370 ഈ ഒരു ഓട്ടോ എത്രയിൻ്റെ? 65,000 കിലോമീറ്റർ ഓടിയ 370 നിങ്ങൾക്ക് ഈ ഒരു ഡീസൽ പോളോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഫുൾ ഓൺ വരുമോ? നോക്കാം, കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച്. 13 ആണല്ലോ മോഡൽ, വണ്ടിയാണ്. എന്തായാലും ഒരു 19,000 രൂപ കണ്ട ഇറക്കാൻ പറ്റുമോ? സുഖമായിട്ട്. ഓക്കെ, ടൊയോട്ട ഗ്ലാൻസ് ആണ് അടുത്ത വണ്ടി. KL 1 തിരുവനന്തപുരം വണ്ടിയാണ്. 19 മോഡൽ CVT V ഓപ്ഷനിൽ ഓട്ടോമാറ്റിക്. ഫുൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. അന്നത്തെ 19 ഓട്ടോമാറ്റിക് ആണ്, CVT ഗിയർ ബോക്സ് ആണ് വരിക. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഓട്ടോ എത്ര പോയി? ഓട്ടം 30,000. ലോ കിലോമീറ്റർ ആണ്, വളരെ ലോ കിലോമീറ്റർ. സിംഗിൾ ഓണറാ? സെക്കൻഡ് അല്ല, ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, 0 ക്ലെയിം ആണ്. A to Z കമ്പനി സർവീസ് ആണ്. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് 7,65,000 രൂപ. 19 ആണ്, V ഓപ്ഷൻ, ഓട്ടോമാറ്റിക് CVT ഗ്ലാൻസാ. ഓക്കെ, പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ? എല്ലാ പ്രൈസും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നെഗോഷിയേഷൻ ചെയ്ത് കൊടുക്കും. ഈ പറയുന്ന മാത്രമല്ല, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ല എല്ലാ വണ്ടിക്കും? അത്രേ ഉള്ളൂ. ഇതിനും എന്തായാലും 90% ലോൺ കയറുള്ളൂ. 90% മേലെ കയറാൻ ചാൻസ് ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി മൈലേജ് എത്ര കിട്ടുന്നുണ്ട് ഇപ്പോൾ? കസ്റ്റമേഴ്സ് ഇപ്പോൾ ലാസ്റ്റ് ഉപയോഗിച്ച കസ്റ്റമർ പറഞ്ഞാൽ അവർക്ക് ലോങ്ങിൽ കൊണ്ട് 14 വരെ കിട്ടിയിരിക്കണമെന്നാണ് പറഞ്ഞത്. ലോങ്ങിലല്ല, ഓരോരുത്തർ ഡ്രൈവിങ്ങിനനുസരിച്ച് മാറും ഡിപ്പെൻഡ്. ഇവിടെ എല്ലാം ട്രിപ്പിളും ഡബിളും ഒക്കെയാണ്. അതെ, അടുത്ത 2 ക്രെറ്റയാണ്. ആദ്യ വാഹനം നമുക്ക് ഇതിൽ തുടങ്ങിക്കൊണ്ട് വരും. KL 47 രജിസ്ട്രേഷൻ ആണ്, കൊടുക്കല്ലോ അല്ല?
അതെ, കൊടുങ്ങല്ലൂർ. ഇത് ഗ്രില്ല് അഡീഷണൽ ഇങ്ങനെ പെയിന്റ് ചെയ്തത്. ഇതിൽ കുറച്ച് പെയിന്റിംഗ് വർക്ക് എടുത്തേക്കണ കസ്റ്റമർ. ഫാൻസി അലോവിലൊക്കെ ഫുള്ളും ഗോൾഡാ. അത് ശരി. അലോവിലൊക്കെ ഫുൾ ഗോൾഡാ. സ്റ്റൈലിഷ് ആണ്, കാണുമ്പോൾ എന്തായാലും സ്റ്റൈലിഷ് ആണ്. അതെ അതെ. ഇന്റീരിയൽ സീറ്റ് കവേഴ്സ് ഒക്കെ ഫുള്ളി ലെതർ സീറ്റ് കവേഴ്സ്. 10-15 റുപ്യ വരും. അത് ശരി. ഓക്കെ. എങ്ങനെയാ മോഡലൊക്കെ എങ്ങനെയാ? 18 മോഡല് SHO 6 എയർ ബാഗ് പെട്രോൾ ഓട്ടോമാറ്റിക് CVT. ഏറ്റവും ടോപ്പ് എൻ്റെ CVT ആണ്. 2018 പെട്രോൾ ഓട്ടോമാറ്റിക് ക്രെറ്റയാണ്. ഒരു 10 to 13 വരെ മൈലേജ് ഉണ്ടാവും മാക്സിമം. CVT ഓട്ടോമാറ്റിക് ആണ്. പോരാത്തതിന് CVT വരുന്നതല്ലേ 80 ആണോ? CVT? അതെ, CVT. ഓക്കെ. സൺറൂഫ് എല്ലാം വരുന്ന 6 എയർ ബാഗ് ഒക്കെ ഉള്ള ഫുൾ ഓപ്ഷൻ വണ്ടി. ഓട്ടം എത്ര പോയി? ഓട്ടം 72. 72,000. ഓക്കെ. പെട്രോൾ ഓട്ടോമാറ്റിക്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 930 കൊടുക്കാം. 9,30,000 രൂപയ്ക്ക് 2018 പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ SX ഓപ്ഷനിൽ ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓൺഷിപ്പാ? തേർഡ് ഓൺഷിപ്പ് ആണ്. ബട്ട് ഫുൾ A to Z കമ്പനി സർവീസ് ആണ്. 0 ക്ലെയിം ഉണ്ട്. പോയിട്ടില്ല. അതെ, 90% എന്തായാലും ലോണും കിട്ടും. അടുത്തത് ബ്ലാക്ക് ക്രെറ്റയിലേക്ക് പോവാം. KL11 കോഴിക്കോട് വണ്ടി തന്നെയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 17 മോഡല് SH പ്ലസ് ഡീസൽ ഓട്ടോമാറ്റിക്. ടോപ്പിന്റെ താഴെയാണോ? 17 SX ഓപ്ഷനിലുണ്ടല്ലോ, അതിന്റെ തൊട്ട് താഴെ വരുന്നത് അല്ലേ? ഓക്കെ. KL11 വണ്ടിയാണ്. ബ്ലാക്ക് ആണ്. അലോയ്സും കാര്യങ്ങളൊക്കെ വരും, പക്ഷേ അതിന്റെ ഷേപ്പ് മാറില്ല. അലോയ്സിന്റെ ടോപ്പിലേക്ക് പോകുമ്പോൾ സൺറൂഫ് ഉണ്ടാവില്ല. അങ്ങനത്തെ മാറ്റങ്ങളുണ്ട്. ഓക്കെ. ഓട്ടം എത്ര പോയത്? ഓട്ടം 85. ഡീസലല്ലേ പറഞ്ഞത്? ഡീസൽ ഓട്ടോമാറ്റിക്. 85,000. 85 ആകുമ്പോൾ ഒരു 14 ഒക്കെ മൈലേജ് ഉണ്ടാവും. 16-17 കിട്ടും. ലോങ്ങിലെക്കാളും കൂടുതൽ കിട്ടും. 14 to 17 ആ റേഞ്ച് മൈലേജ്. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 970. 9,70,000 രൂപയ്ക്ക് 2017 ഡീസൽ ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അടുത്തത് സ്വിഫ്റ്റ് ആണ്. KL40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ? 15 VXI പെട്രോൾ മാനുവൽ ഷിഫ്റ്റ്. മിഡിൽ ഓപ്ഷൻ ആണ്. VXI 2015 മോഡൽ മാനുവൽ ആണ്. ഓട്ടം എത്ര പോയത്? 68. ലോ കിലോമീറ്റർ ആണല്ലോ. സർവീസ് ഉണ്ട് പ്രോപ്പർ? ഒരു ക്ലെയിമും ഇല്ല. ഒരു തട്ടിലോ റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ആയിട്ടുണ്ട്. 2015 VXI ആണ്. 15 VXI. ഒരു 13-16 ആ റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാം. സുഖമായിട്ട്. പെട്രോൾ അല്ലേ, വളരെ സർവീസ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് 430. 430. 2015 VXI ലോ കിലോമീറ്റർ സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 3.25 ആ റേഞ്ചിലോ കിട്ടില്ല. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ടൊയോട്ട എറ്റിയോസ് ആണ്. KL11 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇത് കേരള വണ്ടി തന്നെയാ? ഒറിജിനൽ കേരള വണ്ടി. കോഴിക്കോട് ഫാൻസി നമ്പർ വണ്ടി. ഓക്കെ. KL11 AV11. എങ്ങനെയാ ഡീറ്റെയിൽ? 14 മോഡൽ ഡീസൽ GD. ഡീസലാണ്. മൈലേജ് കിങ് ആണ്. 20 above തന്നെ മൈലേജ് കിട്ടും. GD ആണ് ഓപ്ഷൻ വരുന്നത്. 4 door പവർ വിൻഡോ, 2 എയർ ബാഗ്, അങ്ങനത്തെ എല്ലാം ഉണ്ടാവില്ല. ഓക്കെ. 85,000 കിലോമീറ്റർ ഓടിക്കിന് പ്രോപ്പർ ഫുൾ സർവീസ് ഉള്ള വണ്ടിയാണ്. 85 ഓടിയിട്ടുള്ളൂ അല്ലേ? വള്ളങ്ങനെ മേലെ പോയിട്ടില്ല. ഓക്കെ. പ്രോപ്പർ സർവീസ്. ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുള്ളൂ. ഓക്കെ. ടയേഴ്സ് ഒക്കെ തീരെ കുറവാണ്. മാറണം. നമുക്ക് ചെയ്ത് കൊടുക്കാം. കസ്റ്റമേഴ്സ് വരാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കും. ഓക്കെ. ഇത് 2 ദിവസം മുമ്പ് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഡീസൽ അതിനും കൂടെ നല്ല മൈലേജ് ഉണ്ട്. ഇപ്പൊ മയത്ത് കൊണ്ടെടുക്കാൻ പറ്റിയ വണ്ടി ഇതാണ്. അപ്പോ എത്ര ഇപ്പൊ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു ഓഫർ ആയിട്ട് ഒരു 5,20,000 കൊടുക്കാം. 5,20,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം ഡീസൽ കൊണ്ടുപോകാൻ. ഡീസലാണ്. GD ആണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്. ഒരു 4-4.25 സുഖസുന്ദരമായിട്ട് വണ്ടിക്ക്. ഓക്കെ. എന്തായാലും തൽക്കാലം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും വണ്ടി സ്റ്റോക്ക് ഉണ്ടോ കയ്യിൽ? ഏകദേശം 10-20 വണ്ടി കൂടി സ്റ്റോക്ക് ഉണ്ട്. SUVs ആയിട്ടും ഫോർച്യൂണർ എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും വിളിച്ചോളൂ. കണ്ണഞ്ചേരിയാണ് ലൊക്കേഷൻ വരുന്നത്. കോഴിക്കോട് ജില്ലയിൽ കണ്ണഞ്ചേരി മാങ്കാവിന് അടുത്തായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഹലോ കണ്ണഞ്ചേരിയാണ് ലൊക്കേഷൻ വരുന്നത്. മാങ്കാവിന് അടുത്തായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്താൻ വിട്ടുവരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. ഓക്കെ.